പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത് സേ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കുള്ള അവസാനത്തെ ക്ലാസ്സാണ്. ഇത് ചാപ്റ്റർ 13 അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ചാപ്റ്റർ 13 എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഇൻഡെക്സ് നമ്പേഴ്സാണ്. ഇൻഡെക്സ് നമ്പേഴ്സ്. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സിൽ നമ്മൾ കാര്യമായിട്ട് പഠിക്കേണ്ടത് ഏതെല്ലാമാണ്? ഇൻഡെക്സ് നമ്പേഴ്സ് എത്ര തരത്തിലാണുള്ളത്? ഇൻഡെക്സ് നമ്പേഴ്സ് കാര്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഒന്ന് സിമ്പിൾ അരിത്മെറ്റിക് മീൻ ഇൻഡെക്സ് നമ്പറാണ്. അതായത് ഇത് സിമ്പിൾ ആവറേജ് സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സിൽ പെടുന്നതാണ് ഇത്. ഈ 5 എണ്ണം സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സിൽ ഏതൊക്കെയാണ് പെടുന്നത്? ഒന്ന് സിമ്പിൾ അരിത്മെറ്റിക് മീൻ ഇൻഡെക്സ് നമ്പർ, സിമ്പിൾ ജോമെട്രിക് മീൻ ഇൻഡെക്സ് നമ്പർ, സിമ്പിൾ ഹാർമോണിക് മീൻ ഇൻഡെക്സ് നമ്പർ, സിമ്പിൾ അഗ്രിഗേറ്റ് ഇൻഡെക്സ് നമ്പർ. ഈ 5 എണ്ണമാണ് ഇതിൽ പെടുന്നത്. 4 എണ്ണമാണ്. 4 എണ്ണം. ഈ 4 എണ്ണമാണ് ഇതിൽ പെടുന്നത്. സിമ്പിൾ ഇൻഡെക്സ് നമ്പറിൽ പെടുന്നത് ഏതെല്ലാമാണ്? സിമ്പിൾ അരിത്മെറ്റിക് മീൻ ഇൻഡെക്സ് നമ്പർ, സിമ്പിൾ ജോമെട്രിക് മീൻ ഇൻഡെക്സ് നമ്പർ, സിമ്പിൾ ഹാർമോണിക് മീൻ ഇൻഡെക്സ് നമ്പർ, സിമ്പിൾ അഗ്രിഗേറ്റ് ഇൻഡെക്സ് നമ്പർ. ഇവിടെ നമുക്ക് പ്രൈസ് റിലേറ്റീവ് എന്താണെന്ന് നോക്കാം. പ്രൈസ് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ P1/P0 × 100 ആണ്. P1 എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഇയർ. P0 എന്ന് പറഞ്ഞാൽ ബേസ് ഇയർ. അപ്പോൾ P1 എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയർ, P0 എന്ന് പറഞ്ഞാൽ ബേസ് ഇയർ. അപ്പോൾ കറണ്ട് ഇയറിലെ പ്രൈസും ബേസ് ഇയറിലെ പ്രൈസും തമ്മിലുള്ള റേഷ്യോ, അതായത് കറണ്ട് ഇയർ പ്രൈസ് ബൈ ബേസ് ഇയർ പ്രൈസ് × 100, അതാണ് പ്രൈസ് റിലേറ്റീവ്. അതിൽ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റംസ് n ആണെങ്കിൽ സിമ്പിൾ അരിത്മെറ്റിക് മീൻ ഇൻഡെക്സ് നമ്പർ എന്ന് വെച്ചാൽ σx/n ആണ്. σx/n എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1/P0 × 100. അപ്പോൾ നമ്മൾ കാണുമ്പോൾ P1/P0 × 100 എത്രയാണെന്ന് കാണും. അപ്പോൾ അത് എക്സ് ആണെങ്കിൽ അതിൻ്റെയൊക്കെ തുക കാണും. അതാണ് σx. അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സിമ്പിൾ അരിത്മെറ്റിക് മീൻ ഇൻഡെക്സ് നമ്പർ കിട്ടും. സിമ്പിൾ ജോമെട്രിക് മീൻ ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിമ്പിൾ ജോമെട്രിക് മീൻ ഇൻഡെക്സ് നമ്പർ ഈക്വൽ ടു nth റൂട്ട് ഓഫ്, അത് nth റൂട്ട് ഓഫ് എന്നാണ് പറഞ്ഞത്. n എന്ന് എഴുതിയിട്ട് സ്ക്വയർ റൂട്ട് ഇട്ടാൽ nth റൂട്ട് ഓഫ് x1 × x2 × എക്സെട്ര xn. ആ ഇക്വേഷൻ്റെ വിശദീകരണം നിങ്ങൾക്ക് ശരിക്കും പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ഇക്വേഷൻ്റെ ഇത് മനസ്സിലാവും. അടുത്ത സിമ്പിൾ ഹാർമോണിക് മീൻ ഇൻഡെക്സ് നമ്പർ കാണുന്നത് എങ്ങനെ? n/σ1/x ആണ്. അതായത് എക്സിനെ ഓരോന്നും എന്ത് ചെയ്യേണ്ടത്? 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1/x കാണണം നമ്മൾ ഓരോന്നിനും. എന്നിട്ട് അതിൻ്റെ സിഗ്മ, അത് n/σ1/x ആണ് സിമ്പിൾ ഹാർമോണിക് മീൻ ഇൻഡെക്സ് നമ്പർ. ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യുമ്പോൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലാവും. കമ്പ്യൂട്ട് ദ പ്രൈസ് ഇൻഡെക്സ് ഓഫ് ദ ഫോളോയിങ് ബൈ യൂസിങ്. ഒന്നാമത് സിമ്പിൾ അരിത്മെറ്റിക് മീൻ ഇൻഡെക്സ്, സിമ്പിൾ ജോമെട്രിക് മീൻ ഇൻഡെക്സ്, സിമ്പിൾ ഹാർമോണിക് മീൻ ഇൻഡെക്സ്. ഇവിടെ നമുക്ക് കമോഡിറ്റീസ് തന്നിട്ടുണ്ട്. ബീൻസ്, പൊട്ടറ്റോ, ടൊമാറ്റോ, ഒനിയൻ. പ്രൈസ് തന്നിട്ടുണ്ട്. ഇവിടെ പ്രൈസിന് 2012 തന്നിട്ടുണ്ട്. പ്രൈസ് പെർ kg 2014. അപ്പോൾ ഏത് ബേസ്, ഏത് കറണ്ട് ഇയർ? കറണ്ട് ഇയർ എന്ന് പറയുന്നത് എപ്പോഴും ഇപ്പോഴത്തെ വർഷം, നടപ്പ് വർഷം. അതായത് 2014 2012 ആണെങ്കിൽ 2014 കറണ്ട് ഇയർ. 2012 എന്ന് പറഞ്ഞാൽ ബേസ് ഇയർ ആണ്. വലിയ വർഷം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർഷത്തെയാണ് കറണ്ട് ഇയർ എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് മുമ്പത്തത് ബേസ് ഇയർ ആണ്. അപ്പോൾ ബേസ് ഇയറിലെ പ്രൈസ് P0 എന്ന് പറഞ്ഞാൽ 20, 30, 10, 25. P1 എന്ന് പറഞ്ഞാൽ എന്താ? 25, 30, 15, 35. അപ്പോൾ അത് ആൻസർ എഴുതുമ്പോൾ എന്താണ്? ആദ്യം കമ്മ്യൂണിറ്റീസ് എഴുതി, പിന്നെ P0 എഴുതി. ഇനി പ്രൈസ് പെർ kg 2012 എഴുതേണ്ട ആവശ്യമില്ല. അത് P0 ആണ്. P0 20, 30, 10, 25 എഴുതി. P1 നിന്ന് 25, 30, 15, 35. ഇനി നേരത്തെ നമ്മൾ എഴുതിയ എക്സ് കാണുന്നത് എങ്ങനെയാണ്? എക്സ്. അപ്പോൾ അടുത്ത ഒരു കോളത്തിൽ എഴുതണം. അടുത്ത ഒരു കോളത്തിൽ എന്താണ്? എക്സ് ഈക്വൽ ടു P1/P0 × 100. അതായത് 25/20 × 100, 30/30 × 100, 15/10 × 100. ഓരോന്നിനും P1 P0 കൊണ്ട് അല്ലെങ്കിൽ P0 കൊണ്ട് ഡിവൈഡ് ചെയ്ത ശേഷം 100 കൊണ്ട് ഗുണിക്കണം. അത് അങ്ങനെ കിട്ടുന്നതല്ലാന്ന് എക്സ്. അതിൻ്റെ സമ്മാണ് σx. σx എന്ന് പറയുന്നത് 515 കിട്ടും. ഇനി സിമ്പിൾ അരിത്മെറ്റിക് മീൻ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എത്ര എന്തെന്ന് നോക്കാം. സിമ്പിൾ അരിത്മെറ്റിക് മീൻ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഈക്വൽ ടു σx/n. അതായത് എത്രയാണ്? 515/n. n എത്രയാണ് ഇവിടെ? n എന്ന് പറഞ്ഞാൽ എത്ര കമ്മോഡിറ്റീസ് ഉണ്ട് ഇവിടെ? 4 കമ്മോഡിറ്റീസ് ഉണ്ട്. അപ്പോൾ 4. അപ്പോൾ എത്ര? 515/4, അതായത് 128.75 സിമ്പിൾ അരിത്മെറ്റിക് മീൻ പ്രൈസ് ഇൻഡെക്സ്. സിമ്പിൾ GM അല്ലെങ്കിൽ സിമ്പിൾ ജോമെട്രിക് മീൻ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ nth റൂട്ട് ഓഫ് x1 × x2 × എക്സെട്ര xn. nth റൂട്ട് ഓഫ് പറഞ്ഞാൽ 4th റൂട്ട് ഓഫ്. അപ്പോൾ റൂട്ടിൻ്റെ അകത്ത്, അതായത് റൂട്ടിൻ്റെ അകത്തല്ല,
റൂട്ട് സ്ക്വയർ റൂട്ട് ഒന്നും എഴുതിയില്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എന്നാണ് അർത്ഥം. ഇത് ഫോർത്ത് റൂട്ട് കാണും. ഫോർത്ത് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2 × 2 × 2 അങ്ങനെ 4 പ്രാവശ്യം ഇൻറ്റു ചെയ്താൽ ഒരു സംഖ്യ കിട്ടുന്നത്. അപ്പോൾ 2 × 2 4 4 4 16. 16ൻ്റെ ഫോർത്ത് റൂട്ടാണ് 2 എന്ന് പറയാം നമുക്ക്. രണ്ടേ റെസ്റ്റ് 4 എത്രയാണ്? 2/4 2/4 എന്ന് പറഞ്ഞാൽ 16. അപ്പോൾ ഫോർത്ത് റൂട്ട് എന്ന് പറഞ്ഞാൽ 16ൻ്റെ ഫോർത്ത് റൂട്ട് എന്ന് പറഞ്ഞാൽ 2ആണ്. 16ൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ്? സ്ക്വയർ റൂട്ട് പറഞ്ഞാൽ 2 എഴുതാറില്ല. സ്ക്വയർ റൂട്ട് എന്താണ്? 4ആണ്. 3 × 3 × അങ്ങനെ 4 പ്രാവശ്യം ഗുണിക്കണം. 3 × 3 × 3 × 3 അപ്പോൾ എത്ര? 81. 81ൻ്റെ സ്ക്വയർ റൂട്ട് നമുക്കറിയാം 9. പക്ഷേ 81ൻ്റെ ഫോർത്ത് റൂട്ടാണ് 3. അപ്പോൾ ഇവിടെ ഫോർത്ത് റൂട്ട് കാണണം. ഈ എക്സ് എന്ന് പറയുന്ന സംഖ്യകൾ നമുക്ക് നേരത്തെ അറിയാം, ഇവിടെ കിട്ടിയിട്ടുണ്ട് 125. അപ്പോൾ അതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം. 125 എക്സ് കിട്ടിയതെല്ലാം നേരത്തെ തുക കണ്ടതല്ലേ, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. 125 × 100 × 150 × 140. അതിന് ആ മൾട്ടിപ്ലൈ കിട്ടിയതിൻ്റെ ഫോർത്ത് റൂട്ട് കാണണം. ഫോർത്ത് റൂട്ട് കാണുന്നത് എങ്ങനെ? നമ്മൾ കാൽക്കുലേറ്റർ ഇല്ലാതെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെല്ലാം ഇൻറ്റു എന്ന് പറഞ്ഞ് 2 3 സംഖ്യയുടെ മൾട്ടിപ്ലിക്കേഷൻ ആക്കിയിട്ട് എഴുതണം. 125 പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 125നെ 5 × 5 × 5 3 പ്രാവശ്യം എഴുതാം. അതായത് 5 4 പ്രാവശ്യം ഉണ്ടെങ്കിൽ ഒരു 5 നമുക്ക് സ്ക്വയർ റൂട്ടിൻ്റെ വെളിയിലെടുക്കാൻ പറ്റും. 5 4 പ്രാവശ്യം ഉണ്ട്. അപ്പോൾ 125 5 3 പ്രാവശ്യം എഴുതി. ഇങ്ങനെ തന്നെ എഴുതിയാലും മതി. നിങ്ങൾ ഇത്ര എഴുതിയാൽ തന്നെ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ എല്ലാറ്റിനെയും നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. ഇതിനെ 5 × 5 × 5 എന്ന് എഴുതണം. ഈ 100നെ 10 × 10 × 10 എഴുതിയാൽ പോരാ. 10 4 പ്രാവശ്യം ഉണ്ടെങ്കിൽ ഒരു 10 നമുക്ക് ആ സ്ക്വയർ റൂട്ട് സിമ്പിളിൻ്റെ വെളിയിൽ എടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ നോക്കി മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ എഴുതാം. അങ്ങനെ ഓരോന്നിനും 4 സംഖ്യ ആക്കിയിട്ട് മാറ്റാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യണം. അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നൊന്നുമില്ല. നിങ്ങൾ അതിനെ ഘടകങ്ങളാക്കിയാൽ മതി. ആ 4 സംഖ്യ സ്ക്വയർ റൂട്ടിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അതിൽ ഒരു സംഖ്യ വെളിയിലെടുക്കുക. ഫോർത്ത് റൂട്ടാണെങ്കിൽ അത് മനസ്സിലാക്കാം. അടുത്തത് സിമ്പിൾ ഹാർമോണിക് മീൻ പ്രൈസ് ഇൻഡെക്സ് നമ്പർ. സിമ്പിൾ ഹാർമോണിക് പ്രൈസ് ഇൻഡെക്സ് നമ്പർ പറഞ്ഞാൽ n/σ1/x ആണ്. അപ്പോൾ σ1/x എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 1/xൻ്റെ കോളമേ ഉള്ളൂ. വേണമെങ്കിൽ അടുത്തത് 1/x എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കോളം ആക്കണം. എന്നിട്ട് 1/x അവിടെ എഴുതണം. 1/x പറഞ്ഞാൽ 1/125 എത്രയാണെന്ന് എഴുതി കണ്ടിട്ട് കാൽക്കുലേറ്ററിൽ കണ്ടിട്ട് അത് എഴുതാം. 1/100 എത്രയാണെന്നില്ലേ കാൽക്കുലേറ്റർ കണ്ടിട്ട് എഴുതാം. 1/150 അടുത്ത കോളത്തില്ല 1/140 അങ്ങനെ എഴുതാം. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒറ്റയടിക്ക് ഇവിടെ തന്നെ എഴുതുകയാണ് ചെയ്തത്. അതായത് n/σ1/x പറഞ്ഞാൽ 4/σ1/x എന്നുള്ളത് നമ്മൾ ഇവിടെ തന്നെ 1/125 + 1/100 + 1/150 + 1/140 ഡയറക്റ്റ് അവിടെ തന്നെ എഴുതി. അത് ഒറ്റയടിക്ക് അങ്ങനെ ഉത്തരം കിട്ടിയില്ല. 4/1/125 125 എത്രയാണ് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കാണണം. അത് പ്ലസ് അടുത്ത 1/100 എത്രയാണെന്ന് കണ്ടിട്ട് അതെല്ലാം കൂട്ടണം. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്താൽ 124.22 കിട്ടും. ഇനി അടുത്തത് സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡ് എന്ന് എന്താണെന്ന് നോക്കാം. സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡ്. This is the simplest method of constructing index numbers. Simple aggregate index number is the total of the current year prices for various commodities by the total of base year prices of various commodity into 100. അതായത് ടോട്ടൽ ഓഫ് കറണ്ട് ഇയർ പ്രൈസ് പറഞ്ഞാൽ എന്താണ്? σ P1 ആണ്. കറണ്ട് ഇയർ പ്രൈസ് പറഞ്ഞാൽ P1 ആണ്. അതിൻ്റെ ടോട്ടൽ പറഞ്ഞാൽ സിഗ്മ P1/σ P0 into 100. അതാണ് സിമ്പിൾ അഗ്രിഗേറ്റ് ഇൻഡെക്സ് നമ്പർ. അപ്പോൾ സിമ്പിൾ അഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സ് നമ്പറിൻ്റെ ഇക്വേഷൻ നമ്മൾ കാണാപ്പാടം പഠിക്കണം. എന്താണ്? സിമ്പിൾ അഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ = σ P1/σ P0 into 100. ഒരു ക്വസ്റ്റ്യൻ, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇവിടെ തന്നിട്ടുണ്ട് 4 കമ്മ്യൂണിറ്റി തന്നിട്ടുണ്ട്. അതിൻ്റെ 2013 വിലയും 2012 വിലയും തന്നിട്ടുണ്ട്. പ്രൈസ് 32, 2013 പ്രൈസ് 32, 2012 28, ഓയിൽ 88 75, ഷുഗർ 40 35, വീറ്റ് 22 18. അപ്പോൾ ഇവിടെ കറണ്ട് ഇയർ പ്രൈസ് ചെയ്ത് ബേസ് ഇയർ പ്രൈസ്, അതായത് ചെറിയ വർഷം എപ്പോഴും ബേസ് ഇയർ ആയിരിക്കും. അപ്പോൾ ഇവിടെ 2012 എന്ന് പറഞ്ഞാൽ ബേസ് ഇയർ അല്ലേ, അതായത് 2012 പ്രൈസാണ് ബേസ് ഇയർ. അപ്പോൾ അത് P0 ആണ്. 2013 കറണ്ട് ഇയർ, അത് P1. അപ്പോൾ എന്താ ആൻസർ എഴുതുമ്പോൾ കമ്മ്യൂണിറ്റിയുടെ പേര് എഴുതാം, P1 എഴുതാം, P0 എഴുതാം. ഇവിടെ ആദ്യം P1 ആണ് തന്നത്, നേരത്തെ പോലെയല്ല. നേരത്തെ ആദ്യം തന്നത് എന്താണ്? P0 ആണ്. ഇവിടെ P1 ആണ് തന്നത്. അപ്പോൾ സിഗ്മ
P1 എത്രയാണെന്ന് നോക്കാം, അതെല്ലാം കൂട്ടി നോക്കാം. സിഗ്മ P0 എത്രയാണെന്ന് നോക്കാം. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കാണാൻ എളുപ്പമാണ്. സിമ്പിൾ അഗ്രിഗേറ്റ് ഇൻഡെക്സ് നമ്പർ ഈക്വൽ ടു സിഗ്മ P1 ബൈ സിഗ്മ P0 ഇൻറ്റു 100. ദാറ്റ് ഈസ് 182 ബൈ 156 ഇൻറ്റു 100. 116.67. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ടത് നമ്മൾ പഠിക്കേണ്ടത്, കോമൺലി യൂസ്ഡ് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ. ഇനി വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പറിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ എത്ര വിധത്തിലുണ്ട്? 4 വിധത്തിലുണ്ട്. ലാസ്റ്റ് പീസ് ഇൻഡെക്സ് നമ്പർ, പ്രൈസ് ഇൻഡെക്സ് നമ്പർ, പാഷീസ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ, ഫിഷേഴ്സ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ, വെയ്റ്റഡ് അഗ്രിഗേറ്റ് ഇൻഡെക്സ് നമ്പർ. ഇത് നമ്മൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കേണ്ടതാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാകുന്ന ചോദ്യമാണ്. ഒന്നെങ്കിൽ ലാസ്റ്റ് പീസ് കാണാൻ പറയും, അല്ലെങ്കിൽ ഫാഷീസ് ഇൻഡെക്സ് നമ്പർ കാണാൻ പറയും, അല്ലെങ്കിൽ ഫിഷേഴ്സ് കാണാൻ പറയും. അപ്പോൾ നമുക്ക് ആദ്യം ലാസ്റ്റ് പീസിൻ്റെ ഇക്വേഷൻ നോക്കാം. ലാസ്റ്റ് പീസ് പ്രൈസസ് ഇൻഡെക്സ് നമ്പർ ഈക്വൽ ടു സിഗ്മ P1 Q0 ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100. ഇത് നമ്മൾ കാണാതെ പഠിക്കണം. P1 Q1 എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഇയറിലെ പ്രൈസ്, കറണ്ട് ഇയറിലെ പ്രൈസും കറണ്ട് ഇയറിലെ ക്വാണ്ടിറ്റിയാണ്. P0 Q0 പറഞ്ഞാൽ ബേസ് ഇയറിലെ പ്രൈസും ബേസ് ഇയറിലെ ക്വാണ്ടിറ്റിയാണ്. അത് ഓർത്തിരുന്നാൽ മതി. അതായത് 0 എന്ന് പറഞ്ഞാൽ ബേസ് ഇയറാണ്. അതായത് P0 Q0, പ്രൈസ് P0, ക്വാണ്ടിറ്റി Q0. അതേപോലെ 1 എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയർ. അപ്പോൾ P1 എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയറിലെ പ്രൈസ്, Q1 എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയറിലെ ക്വാണ്ടിറ്റി ഇൻറ്റു 100. അതാണ്. അപ്പോൾ സിഗ്മ P1 Q0 ബൈ സിഗ്മ P0 Q0 അതാണ് ഇൻറ്റു 100. അതാണ് ലാസ്റ്റ് പീസ് ഇൻഡെക്സ് നമ്പർ. അടുത്തത് പാഷീസ് ഇൻഡെക്സ് നമ്പർ എന്തെന്ന് നോക്കണം. പാഷീസ് ഇൻഡെക്സ് നമ്പർ എന്താണ്? പാഷീസ് ഇൻഡെക്സ് നമ്പർ സിഗ്മ P1 Q1 ബൈ സിഗ്മ P0 Q1 ഇൻറ്റു 100. പാഷീസ് ഇൻഡെക്സ് നമ്പർ ശ്രദ്ധിക്കണം. സിഗ്മ P1 Q1 ബൈ സിഗ്മ P0 Q1 ഇൻറ്റു 100. അതെങ്ങനെയാണ് ഓർത്തിരിക്കാൻ എളുപ്പ വഴി നമ്മളെ ആദ്യത്തത് നോക്കിക്കോളൂ. ആദ്യത്തത് P1 Q0 ബൈ സിഗ്മ P0 Q0 അല്ലേ? അതിൽ ആദ്യത്തേതിൻ്റെ ഡിനോമിനേറ്റർ വരുന്നില്ല സിഗ്മ P0 Q0 ഉണ്ടല്ലോ, അത് ബേസ് ഇയറിലതാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ന്യൂമറേറ്ററിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ അത് ബേസ് ഇയറിനെ കറണ്ട് ഇയറിലേക്ക് ആക്കണം. ഇവിടെ സിഗ്മ P0 Q0 ഉള്ളത് പാഷീസിലാകുമ്പോൾ അത് ന്യൂമറേറ്ററിൽ പോയിട്ട് കറണ്ട് ഇയർ ആയിട്ട് മാറും. അതായത് സിഗ്മ P1 ഇൻറ്റു Q1 ആയിട്ട് മാറും. ഇനി താഴെയുള്ളത് നോക്കിക്കോളൂ. താഴെയുള്ളതോ നേരത്തെ ഉള്ളതിൻ്റെ, അതായത് ഇതിൻ്റെ ന്യൂമറേറ്ററിൽ ഉള്ളതിൻ്റെ ഓപ്പോസിറ്റ്. അതായത് സിഗ്മ P1 Q0 എന്ന് പറഞ്ഞാൽ ഇവിടെ സിഗ്മ P0 Q1 അങ്ങനെ ഓർത്താൽ മതി. അതായത് ലാസ്റ്റ് പീസ് മാത്രം പഠിച്ചാൽ മതി. ബാക്കിയുള്ളത് മറ്റത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എഴുതാൻ പറ്റും. ഇതിനെ റെസിപ്രോക്കൽ എഴുതിയിട്ട് അതിൻ്റെ കറണ്ട് ഇയർ ഉണ്ടെങ്കിൽ ബേസ് ഇയർ ആക്കാം, ബേസ് ഇയറിൽ ഉള്ളതിനെ കറണ്ട് ഇയർ ആക്കാം. നോക്കിക്കോളൂ. പാഷീസ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ P ഈക്വൽ ടു സിഗ്മ P1 Q1, അതായത് നേരത്തെ ഡിനോമിനേറ്ററിലുള്ളതിൻ്റെ കറണ്ട് ഇയറാണ്, ബൈ സിഗ്മ P1 Q0 എന്താവും? സിഗ്മ P0 Q1 ആവും ഇൻറ്റു 100. ഇനി ഫിഷേഴ്സ് പറഞ്ഞാൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഫിഷേഴ്സ് കിട്ടും. F ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ P1 Q0 ബൈ സിഗ്മ P0 Q0 ഇൻറ്റു സിഗ്മ P1 Q1 ബൈ സിഗ്മ P0 Q1 ഇൻറ്റു, ശരിക്കും സ്ക്വയർ റൂട്ടിൻ്റെ അകത്ത് ആണെങ്കിൽ രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണല്ലോ നമുക്ക് ഫിഷേഴ്സ് കിട്ടുന്നത്. അപ്പോൾ സ്ക്വയർ റൂട്ടിൻ്റെ അകത്ത് എഴുതുന്നുണ്ടെങ്കിൽ ഇൻറ്റു 100 എഗൈൻ ഇൻറ്റു 100 എന്ന് എഴുതണം. 100 വേണം. 100 ഇൻറ്റു 100. പക്ഷേ ഇത് സ്ക്വയർ റൂട്ടിന് വെളിയിലാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് 100 ഇൻറ്റു 100ൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 100 ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ക്വയർ റൂട്ട് സിമ്പിളിൻ്റെ വെളിയിൽ എഴുതുന്നുണ്ടെങ്കിൽ 100 ഇൻറ്റു 100 എന്ന് എഴുതിയാൽ മതി. സ്ക്വയർ റൂട്ടിൻ്റെ അകത്ത് എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ 100 ഇൻറ്റു 100 എന്ന് വേണം. കാരണം ലാസ്റ്റ് പീസും പാഷീസും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഫിഷേഴ്സ് കിട്ടുന്നത്. എന്നിട്ട് സ്ക്വയർ റൂട്ട് കാണും. ലാസ്റ്റ് പീസിൻ്റെയും പാഷീസും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ ഫിഷേഴ്സ് കിട്ടും. ദാറ്റ് ഈസ് ഫിഷേഴ്സ് F ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് L ഇൻറ്റു P എന്ന് പറയാം. L ഇൻറ്റു P. അപ്പോൾ സ്ക്വയർ റൂട്ടിൻ്റെ വെളിയിൽ എഴുതുന്നുണ്ടെങ്കിൽ ഇൻറ്റു 100 എന്ന് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. സ്ക്വയർ റൂട്ടിൻ്റെ അകത്ത് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ 100 ഇൻറ്റു 100 എന്ന് എഴുതണം. 100 ഇൻറ്റു 100ൻ്റെ സ്ക്വയർ റൂട്ടാണ് 100. അതാണ് വെളിയിൽ എഴുതിയത്. ഇനി അത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കൺസ്ട്രക്ട് ഇൻഡെക്സ് നമ്പർ ഓഫ് ദ
ഓഫ് പ്രൈസ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ബൈ അപ്ലൈയിങ് ലാസ്റ്റ് പേസ് മെത്തേഡ്, പാഷിസ് മെത്തേഡ്, ഫിഷേഴ്സ് മെത്തേഡ്. ഇതെന്തായാലും ചോദിക്കുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും, ഒന്നെങ്കിൽ ലാസ്റ്റ് പേസ് അല്ലെങ്കിൽ പാഷിസ് അല്ലെങ്കിൽ ഫിഷേഴ്സ്. അപ്പം 3 കമ്മോഡിറ്റിയാണ് ഉള്ളത്, ഗീ, റൈസ്, വീറ്റ്. അതിൽ 2013 വർഷം എന്തായിരിക്കും അത് ബേസ് ഇയർ ആയിരിക്കും. 2014 കറണ്ട് ഇയർ. അപ്പോൾ ബേസ് ഇയറിലെ പ്രൈസ് എന്തായിരിക്കും? P0. ക്വാണ്ടിറ്റി എന്തായിരിക്കും? Q0. 2014 പ്രൈസ് എന്തായിരിക്കും? P1. ക്വാണ്ടിറ്റി എന്തായിരിക്കും? Q1 ആയിരിക്കും. അപ്പോൾ നമുക്ക് P0, Q0, P1, Q1 എല്ലാം കിട്ടി. ഇനി നമ്മളുടെ ഇക്വേഷനിൽ എന്തൊക്കെയാണ് നമുക്ക് കാണേണ്ടത് നോക്കാം. ആദ്യം ഇക്വേഷൻ നമ്മൾ എഴുതാം. ഇക്വേഷൻ എഴുതുമ്പോൾ ആദ്യം ഫിഷേഴ്സ് അല്ലെങ്കിൽ വേണ്ട, ആദ്യം ലാസ്റ്റ് പേസ് തന്നെ എഴുതിയാൽ മതി. ലാസ്റ്റ് പേസ് ഒന്ന് ആദ്യം എഴുതാം. ലാസ്റ്റ് പേസിൻ്റെ ഇക്വേഷൻ എന്നാൽ എന്താണ്? ലാസ്റ്റ് പേസ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ L = സിഗ്മ P1 Q0 ബൈ സിഗ്മ P0 Q0 × 100. അപ്പോൾ നമുക്ക് P1 Q0 വേണം, P0 Q0 വേണം. ഇനി അടുത്തത് പാഷീസ് എഴുതാം. പാഷീസ് പറഞ്ഞാൽ എന്തെന്ന്? സിഗ്മ P1 Q1 ബൈ സിഗ്മ P0 Q1 × 100. അപ്പോൾ P1 Q1 നമ്മൾ വേണം, P0 Q1 വേണം. ഈ ഇക്വേഷനിൽ, ഈ ലാസ്റ്റ് പേസിൻ്റെയും പാഷീസിൻ്റെയും ഇക്വേഷനിലുള്ള ടേംസ് മാത്രം നമ്മൾ കാണാം. അതായത് P1 Q0 വേണം, അതേപോലെ P0 Q0 വേണം, പിന്നെ P0 Q1 വേണം, P1 Q1 വേണം. 3 മതി. അപ്പോൾ 3 P0 Q0 പറഞ്ഞാൽ എന്തെങ്ങനെയാണ്? P0ൻ്റെ താഴെയുള്ളത് 40, 40 ഇൻറ്റു Q0ൻ്റെ താഴെയുള്ളത് 1. അപ്പോൾ 40 × 1 40. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യണം. P0 Q0 കാണണം, ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യണം. P0 Q1 എന്ന് പറഞ്ഞാൽ P0ൻ്റെ അടിയിലുള്ളതും Q1ൻ്റെ അടിയിലുള്ളതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 40 × 1 30 × 24. അങ്ങനെ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യാം. അടുത്തത് P1 Q0. അപ്പോൾ P1ൻ്റെ അടിയിലുള്ളതും Q0ൻ്റെ അടിയിലുള്ളതും മൾട്ടിപ്ലൈ ചെയ്യുക. 60 × 1 36 × 20 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്ത P1 Q1 എന്ന് വെച്ചാൽ 60 × 1 36 × 24 30 × 4 അങ്ങനെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവസാനം സമ്മ് കാണാം. അതാണ് സിഗ്മ എന്നുള്ളത്. സിഗ്മ P0 Q0 പറഞ്ഞാൽ 770, സിഗ്മ P0 Q1 എന്ന് പറഞ്ഞാൽ 864, സിഗ്മ P1 Q0 എന്ന് പറഞ്ഞാൽ 930, സിഗ്മ P1 Q1 എന്ന് പറഞ്ഞാൽ 1044. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ലാസ്റ്റ് പേസ് ഇൻഡെക്സ് നമ്പർ കിട്ടുന്നത് എങ്ങനെ? 930 ബൈ 770 × 100, അതായത് 120.78. പാഷീസ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ കിട്ടുന്നത് സിഗ്മ P1 Q1 ബൈ സിഗ്മ P0 Q1 × 100, അതായത് 1044 ബൈ 864 × 100, അത് എത്ര? 120.83. ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ കാണണമെങ്കിൽ രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും മതി. അതായത് 120. സ്ക്വയർ റൂട്ട് ഓഫ് 120.78 ഇൻറ്റു, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് L × P, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 120.78 ഇൻറ്റു 120.83 സമം അത്ര കിട്ടും. അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് കാണാം, 120.80 എന്ന് കിട്ടും. ഫിഷേഴ്സ് മാത്രം കാണാൻ പറഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് പേസും പാഷേഴ്സും കണ്ടിട്ട് നിങ്ങൾ ഫിഷേഴ്സ് കാണാം. എങ്ങനെ വേണം ചെയ്യാം. ഒരു ഇക്വേഷൻ ഇവിടെ ബേസ് ഇയർ തന്നെ എഴുതി തന്നിട്ടുണ്ട്. പ്രൈസ് P0, ക്വാണ്ടിറ്റി Q0, കറണ്ട് ഇയറിലെ പ്രൈസ് P1, ക്വാണ്ടിറ്റി Q1. ഇത് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ കാണാൻ ഡയറക്റ്റ് കാണാൻ പറഞ്ഞതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പാഷീസും ലാസ്റ്റ് പീസും പാഷീസും കണ്ടിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഫിഷേഴ്സ് ഡയറക്റ്റ് ചെയ്യുക. പക്ഷേ അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. ഫിഷേഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? സിഗ്മ P1 Q0 ബൈ സിഗ്മ P0 Q0 ഇൻറ്റു സിഗ്മ P1 Q1 ബൈ സിഗ്മ P0 Q1 ഇൻറ്റു 100. ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അതായത് സിഗ്മ P1 Q0 മാത്രമേ ഓർത്തിരിക്കണ്ടൂ. താഴെ എന്തായിരിക്കും? സിഗ്മ P0 Q0 ആയിരിക്കും. അപ്പോൾ അടുത്തതിൻ്റെ ന്യൂമറേറ്ററിൽ വരുന്നത് ഇതിൻ്റെ കറണ്ട് ഇയർ ആയിരിക്കും. അപ്പോൾ സിഗ്മ P1 ഇൻറ്റു Q1 ബൈ അടുത്ത ഡിനോമിനേറ്റർ വരുന്നത് ആദ്യം എഴുതിയ ന്യൂമറേറ്ററിൽ എഴുതിയതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ P1 ഉണ്ടെങ്കിൽ P0 എഴുതിക്കോളാം, Q0 ഉണ്ടെങ്കിൽ Q1 എഴുതിക്കോളാം. ഇയർ മാറ്റിയാൽ മതി. ബേസ് ഉണ്ടെങ്കിൽ ഇത് കറണ്ട് ഇയർ ഉണ്ടെങ്കിൽ ബേസ് ഇയർ ആക്കണം. പിന്നെ അതേപോലെ ക്വാണ്ടിറ്റി ഓഫ് ബേസ് ഇയർ ഉണ്ടെങ്കിൽ അത് കറണ്ട് ഇയർ ആക്കണം. ഇൻറ്റു 100 ഇൻറ്റു എന്നുള്ളത് വെളിയിലാണ്. അപ്പോൾ അത് ഓരോന്നും നമുക്ക് ഈ ഡാറ്റയിൽ എഴുതാം. അതായത് 202 ആണ്. സിഗ്മ P1 Q0 202. അപ്പോൾ 202 ബൈ സിഗ്മ P0 Q0 91 ഇൻറ്റു സിഗ്മ P1 Q1 എത്ര? 199 ബൈ 92 ഇൻറ്റു 100. അത് ആൻസർ എത്ര കിട്ടുന്നത്? 219.12 കിട്ടും. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൽ അവസാനത്തെ ഭാഗം, അതായത് ഇൻഡെക്സ് നമ്പറിൻ്റെ ഉപയോഗം എന്തെന്നാണ്. വാട്ട് ആർ ദ യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പർ? കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പർ? അപ്പോൾ ഇൻഡെക്സ് നമ്പറിൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ഇൻ ഫ്രെയിമിംഗ് സ്യൂട്ടബിൾ പോളിസീസ്. അത് നിങ്ങൾ എന്തെന്ന് നോക്കിയിട്ട് മനസ്സിലാക്കുക. ഈ നോട്ട്സ് വായിച്ചിട്ട് മനസ്സിലാക്കുക. വാട്ട് ആർ ദ മെനി ഓഫ് ദ എക്കണോമിക് ആൻഡ് ബിസിനസ് പോളിസീസ് ആർ ഗൈഡഡ് ബൈ ഇൻഡെക്സ് നമ്പേഴ്സ്. ഫിക്സിംഗ് ഓഫ് വേജസ് ആൻഡ് ഡിയർനെസ് അലവൻസസ് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ കൺസ്യൂമർ പ്രൈസ്. നിങ്ങളുടേതായ സെൻറ്റൻസിൽ എഴുതിയാൽ മതി.
Many economic policies like volume of trade, fixing of wholesale and retail prices, wage policy, fixing of price, taxation, house rent allowance, etc. are guided by index numbers. അപ്പോൾ എംപ്ലോയീസിനെല്ലാം ഹൗസ് റെൻ്റ് അലവൻസ് എല്ലാം കൊടുക്കുന്നത് എങ്ങനെയാണ്? അത് നമ്മൾ പോളിസി ഉണ്ടാക്കിയത് സൂട്ടബിൾ പോളിസി ഡ്രസ്സ് ഉണ്ടാക്കിയിട്ടാണ്. അത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കുന്നത്. ഇത് ഹെൽപ്പ് ഇൻ സ്റ്റഡിങ് ട്രെൻഡ്. അപ്പോൾ ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടി ഓരോ ട്രെൻഡ് നമ്മൾ പറഞ്ഞില്ല ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ്, ഇന്ന ഡ്രസ്സാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, അല്ലെങ്കിൽ ഇന്ന ചെരുപ്പ്, അല്ലെങ്കിൽ ഇന്ന കൂടെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെ മനസ്സിലാക്കുന്നത്? അത് ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ ഹെൽപ്പ് ഇൻ ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ എക്കോണമിക് ആക്ടിവിറ്റി. ഫ്യൂച്ചർ എക്കോണമിയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇൻഡെക്സ് നമ്പറുകളാണ്. ഹെൽപ്പ് ഇൻ ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ എക്കോണമിക് ആക്ടിവിറ്റി. അടുത്തത് ഹെൽപ്പ് ഇൻ മെഷറിങ് റിയൽ വേജസ് മെഷർ ചെയ്യാൻ വേണ്ടി ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കും. അടുത്തത് റിയൽ വേജസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? റിയൽ വേജസ് ഈക്വൽ ടു മണി വേജസ് ബൈ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് ഇൻറ്റു 100. അതാണ് ഇക്വേഷൻ. അടുത്ത അഞ്ചാമത്തെ ഹെൽപ്പ് ഇൻ മെഷറിങ് പർച്ചേസ് പവർ ഓഫ് മണി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കും. പർച്ചേസ് പവർ ഓഫ് മണി ഈക്വൽ ടു 1 ബൈ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് ആണ് ഇക്വേഷൻ. ആറാമത്തത് ഇൻഡെക്സ് നമ്പർ ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ദ ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ. ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ അത് ഇൻഡെക്സ് നമ്പറിൽ പഠിക്കാനുള്ളത്. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇൻഡെക്സ് നമ്പറിൽ നന്നായിട്ട് ആ ചോദ്യങ്ങളെല്ലാം ചെയ്ത് നോക്കുക, സ്വയം ചെയ്ത് നോക്കുക. ഇക്വേഷൻ ശരിക്കും 3-4 പ്രാവശ്യം എഴുതി നോക്കണം. തെറ്റല്ലേ, ഇക്വേഷൻ തെറ്റിയാൽ നിങ്ങളുടെ പ്രോബ്ലം ചെയ്ത് തെറ്റും. അതുകൊണ്ട് ആ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ശരിക്കും ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് പീസും ഫാഷീസും പഠിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ ലാസ്റ്റ് പീസ് മാത്രം പഠിക്കുക, എന്നിട്ട് അതിൻ്റെ കറണ്ട് ഇയറിന് അടുത്തത് ന്യൂമറേറ്ററിൽ വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് മാറ്റങ്ങൾ വരും. അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് എഴുതുക. എല്ലാവർക്കും ഞാൻ വിജയാശംസകൾ നേരുന്നു. ഓക്കെ, താങ്ക് യു.